ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വീഡിയോ ആണ് കേട്ടോ. നമുക്ക് വീഡിയോയ്ക്ക് പോകല്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസറാണ് കേട്ടോ. മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ, ഡോട്ട് ആൻഡ് കെയിൻ്റെയാണ്. വൈറ്റമിൻ C+E ആണ് അതിൻ്റെത്. ഞാനിത് കുറച്ചായി യൂസ് ചെയ്യാൻ വേണ്ട. ഒരു ബോട്ടിൽ കഴിഞ്ഞു, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു ബോട്ടിൽ ഇതാ ഏകദേശം കഴിഞ്ഞു. ഇത് ജസ്റ്റ് ഇപ്പോൾ ഒരു 3 days ആയിട്ടാണ് ഈ പുതിയ ബോട്ടിൽ ഞാൻ ഓപ്പൺ ചെയ്യാൻ തുടങ്ങി, യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. ഫസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനത്തെ ഗെറ്റ് റെഡി വീഡിയോ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഇപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ പൊട്ട് നെറ്റ് തന്നെയായിരുന്നു, പൊട്ട് ഒരു കയ്യിൽ വെച്ചതാണ്. വീഡിയോയിൽ എന്തെങ്കിലും അബദ്ധങ്ങളും എന്തെങ്കിലുമൊക്കെ പറയും, നിങ്ങളതൊന്ന് ക്ഷമിക്കുക വേണം. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിൻ്റെ സൺസ്ക്രീൻ ലോഷനാണ് കേട്ടോ. സൺസ്ക്രീൻ ലോഷൻ ഇത് ഞാൻ കുറേ യൂസ് ചെയ്യണം. ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 5 ഇത് എൻ്റെ കഴിഞ്ഞിട്ടുണ്ടാവും. 5 ബോട്ടിൽ വാങ്ങിയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പുതിയത് വാങ്ങിയതാണ്. ഇത് ഏകദേശം ഫിനിഷായി. അപ്പോൾ ഞാൻ കഴിഞ്ഞതിന് മുന്നേ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതാ സൺസ്ക്രീൻ എല്ലാവരും പറയുന്നത് 3 ഫിംഗറായിട്ട് തേക്കണം എന്നൊക്കെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങനെ 3 ഫിംഗർ ഒന്നായിട്ട് തേക്കുന്നില്ല, ഇങ്ങനെ ഇട്ട് കൊടുക്കൂട്ടോ. എൻ്റെ മുഖത്ത് എന്താണെന്നറിയില്ല, കുരുക്കളെല്ലാം പോയതായിരുന്നു. ഇപ്പം പിന്നെയും പിമ്പിൾസ് വന്നിട്ടുണ്ട്. എന്താ കാര്യം എന്നറിയില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാരിക്കോരി എങ്ങനെയാ ചേച്ചി ഫേസിൽ കുരുക്കൾ വരാതിരിക്കും അല്ലേ. ക്യാമറ ഇതുണ്ടോ, ക്യാമറ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. മാക്സിമം ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ചില വീഡിയോസിന് ഞാൻ കണ്ടിട്ടുണ്ട് എന്താ പറയുക, സൺസ്ക്രീൻ ലോഷൻ കണ്ണിൻ്റെ മുകളിൽ തേക്കാൻ പാടില്ലാന്ന്. ചില വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണിൻ്റെ മുകളിൽ തേക്കണമെന്ന്. പക്ഷെ ഞാൻ തേക്കും. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും. നമുക്കതൊന്ന് നമ്മുടെ ഫേസിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് പൗഡറാണ്, സാധാ നോർമൽ നമ്മുടെ പൗഡറാണ് കേട്ടോ. വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതാ ഞാനത് കൊട്ടി കഴിഞ്ഞിട്ടാണ് വീഡിയോ ഓഫാണെന്ന് മനസ്സിലായത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സംശയിക്കേണ്ട, പൗഡർ തന്നെയാണ് കേട്ടോ, നമ്മുടെ സാധാ പൗഡർ. അപ്പോൾ ഇതാ ഹിമാലയയുടെ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹരിക്കുട്ടൻ ആയതിന് ശേഷം ഏകദേശം അതന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് നിവർത്തിയില്ലല്ലോ. അപ്പം ചിലപ്പോൾ ഇതൊന്നും നോക്കില്ല, ഉള്ള പൗഡർ ഏതാണെന്ന് വെച്ചാൽ അത് കിട്ടും. പക്ഷേ ഇവിടെ നിന്ന് വീട്ടിൽ നിന്നാകുമ്പോൾ പിന്നെ ഞാൻ എവിടെ പോകുമ്പോഴിപ്പോൾ ഹരിക്കുട്ടൻ ചെറുതായിരിക്കുമ്പോൾ അവൻ്റെ സാധനങ്ങളും കൊണ്ടുവരുന്നു. ഈ പക്കൂസിനാണെങ്കിലും കൊണ്ടുപോകും. അത് ഞാൻ വേറെ ഒന്നും എടുക്കില്ല, അവരുടേതായ സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഐലൈനർ ഇതിൽ കാണുന്നില്ല, ഞാൻ ഐലൈനർ എടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ. ഇത് ഞാൻ കുറേ കൊല്ലമായിട്ട് ഇതന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഫോണിൽ നോക്കി എഴുതുമ്പോൾ എത്രത്തോളം കറക്റ്റ് ആവും എന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഫോണിൽ നോക്കിയിട്ട് എഴുതുന്നത്. നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം.
കക്കൂസ് ഇവിടെ ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട്. അതാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നത് കേട്ടോ. പണ്ടൊക്കെ ഞാൻ മുകളിലും താഴെയൊക്കെ ഇങ്ങനെ എഴുതി ശരിക്കും നമ്മുടെ കണ്ണിൻ്റെയൊക്കെ ഷേപ്പിൽ എഴുതിയിരുന്നു. ഇപ്പം അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അതും ഇപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിന് പോകുമ്പോൾ ഫംഗ്ഷന് പോകുമ്പോൾ മാത്രം, അല്ലാണ്ട് ജസ്റ്റ് നമ്മൾ പുറത്തേക്ക് ഒന്ന് പോകുമ്പോൾ ഇങ്ങനെ ഐലൈനറൊന്നും ഞാൻ യൂസ് ചെയ്യലില്ല ഇപ്പോൾ കുറേ ആയിട്ട്. എന്താണെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്, എന്താണെന്ന് എനിക്കും അറിയില്ല കേട്ടോ സംഭവം. അപ്പം ഞാനിതാ ഐലൈനർ എഴുതി കഴിഞ്ഞ് ജസ്റ്റ് ഞാനൊന്ന് ലിപ്സ്റ്റിക് എടുത്തേ. ലിപ്സ്റ്റിക്ക് കാൻഡിൻ്റെയാണ് കേട്ടോ, നല്ല കളറാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. ഇതൊരു കുരുണ്ട് കാര്യമില്ല. ഓ, അതിന് മുന്നേ ഞാൻ ഇടയിലൊരു സംഭവം ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഐബ്രോ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. ഒന്ന് ഗ്യാപ്പ് ഉള്ളിടത്ത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു മാത്രമേ. ഇതൊന്നും ഇപ്പോൾ ഈ ഗെറ്റ് റെഡി ഇതൊന്നും ഇപ്പോൾ നോർമലി ഇത്ര ഇതാവേണ്ട കാര്യം, എല്ലാവരും നോർമലി ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. പക്ഷേ ഞാൻ ഇത് എങ്ങോട്ടെങ്കിലും പോകുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഫൗണ്ടേഷനും ഒക്കെ യൂസ് ചെയ്യുമല്ലോ. എനിക്ക് ഒന്നാമത് ഇഷ്ടമാണ് കേട്ടോ മേക്കപ്പ് ചെയ്യാനാണെങ്കിലും ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്കത് ചെയ്യാനറിയില്ല. ഫൗണ്ടേഷൻ നമ്മുടെ സ്കിന്നിന് യോജിച്ച ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നമാവും. പിന്നെ അതാ ജസ്റ്റ് നമ്മുടെ സാധാ ഒരു കുഞ്ഞു പൊട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ മേക്കപ്പ്. ഇതാണ് എൻ്റെ മേക്കപ്പ്. അതിന് നമുക്ക് ഞാനൊന്ന് കമ്മൽ ഞാൻ ഒരു വെച്ചു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കമ്മൽ അറിയില്ല, അതിന് മാച്ചിന് ഒരു കമ്മലെടുത്തേ. ഈ കമ്മലിട്ടാലോ. എൻ്റെ പേര് കാണാനില്ലല്ലോ. ഇട്ടിട്ടുണ്ടാവും. കമ്മലിട്ടാലും അത് വേണ്ട, ഇതിടാം. നോക്കട്ടെ കേട്ടോ. ജിമിക്കിടുമ്പോൾ അത് ഈ ചുരിദാർ നോർമൽ ചുരിദാറില്ല, ഭയങ്കര ഹെവി ആയി തോന്നും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കിന്നിൻ്റെ പരിപാടികൾ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ മുടി ഇതാ ജസ്റ്റ് ഞാനിങ്ങനെ കെട്ടിയിരിക്കുന്ന മുടി കഴിഞ്ഞിട്ട്, അപ്പോൾ ഞാൻ ഇനി മുടിയും കൂടി കെട്ടിയിട്ട് വരാം. അപ്പം നിങ്ങൾ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. കാരണം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കണം, ദൈവമേ ഇത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഗെറ്റ് റെഡി ചെയ്യുന്നതിനെ സമ്മതിക്കണം. പിന്നെ അതിനനുസരിച്ച് ക്യാമറ ഫോൺ വെക്കാനാണെങ്കിലും സ്റ്റാൻഡും കാര്യങ്ങളും അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എടുത്തു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ ആയതുകൊണ്ടാണ് തോന്നുന്നു ഇത്തിരി മാനേജ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്, ചെയ്യാനും. പിന്നെ ആദ്യമായിട്ട് ഗെറ്റ് റെഡിയുടെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്, ഷൈനസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തായാലും ഞാനിനി മുടി കെട്ടിയിട്ട് വരാം. അപ്പം ഞാനിതാ മുടി ഇങ്ങനെ കെട്ടിയിട്ട് സാധാരണ കെട്ടണ പോലെ കെട്ടിയാൽ. അപ്പോൾ ഇതാ ഇന്ന് കല്യാണം അങ്ങനത്തെ ഫംഗ്ഷനൊന്നും അല്ലേ പോകണം, ജസ്റ്റ് ഇപ്പോൾ കൽപ്പാത്തിക്ക് വീഡിയോ എടുക്കാൻ പോവല്ലേ. ജസ്റ്റ് ഒന്ന് ഇതാക്കട്ടെ കേട്ടോ. എന്നൊരു ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഗെറ്റടി എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മുടി കെട്ടുന്നത് ഉൾപ്പെടുത്തണമല്ലോ അല്ലേ.
ജസ്റ്റ് ഇവിടെ സ്ലൈഡ് ഇട്ട് കൊടുക്കട്ടെ. അച്ഛനാണ് കേട്ടോ മുകളിൽ കയറി പോകുന്നത്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. വീഡിയോ എടുക്കുമ്പോൾ അറിയാലോ, എല്ലാവരും ഉള്ള സമയത്താണെങ്കിൽ പിന്നെ പറയും വേണ്ട. അതാ ജസ്റ്റ് ഇവിടെ ഒരു സൈഡ്, 2 സൈഡിൽ ഞാൻ സ്ലൈഡ് കുത്തി കഴിഞ്ഞിട്ട് അതൊന്ന് കറക്റ്റ് ഫിക്സായി നിൽക്കണ്ടേ. ഞാനിതാ നാളെ തട്ടാത്തിപ്പോയില്ലേ, അപ്പം ഞാൻ വാങ്ങിയതാണ് കേട്ടത്. ഇങ്ങനത്തെ സ്ലൈഡ് ഞാൻ വാങ്ങിയതാണ്. ക്ലിപ്പ് 4 എണ്ണം 20 രൂപ പറഞ്ഞ് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ കണ്ടാൽ ഇങ്ങനെ വാങ്ങും. അതെന്താ ഉപയോഗിക്കില്ല, അതിങ്ങനെ വാങ്ങും കേട്ടോ. അപ്പം അതാ നമുക്കത് അതിൻ്റെ ഞാൻ വൈറ്റാണ് എടുത്തിരിക്കുന്നത്. കാരണം വൈറ്റ് ആകുമ്പോൾ കുഴപ്പമില്ല, ഇത് മാച്ചിങ് ഒന്നുമില്ല. അങ്ങനെ ഞാനപ്പോൾ അത് ഊറ്റി കൊടുത്തു. അപ്പം അവിടെ മുടി ഫിക്സ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ സിന്ദൂരം തൊടലാണ് കേട്ടോ. അത് പിന്നെ എവിടെ പോവാണ്, മസ്റ്റാണ്. അപ്പം ഒരു സിന്ദൂരം തൊട്ട് കഴിഞ്ഞു. അപ്പം ഇത്രയാണ് എൻ്റെ മേക്കപ്പ്. ഇതാണ് അപ്പം എൻ്റെ ഗെറ്റ് റെഡി കേട്ടോ. അപ്പോൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം, ഫുൾ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഗെറ്റ് റെഡി എന്നൊന്നും പറയാനില്ല, കാരണം നോർമലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ പുട്ടിയും കിട്ടിയും ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ മുഖമൊക്കെ അത്രയൊക്കെ ഭംഗി തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ വിചാരിക്കും ഗെറ്റ് റെഡി പറയുമ്പോഴേക്കും ആഹാന്നുണ്ടാവും. ഇതിപ്പോൾ എന്താ ചേച്ചി നോർമലി ഒരിത്. അപ്പം അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. എല്ലാവർക്കും അതിൻ്റെതായ ഒരു ഇതില്ലേ, എന്ത് സൗന്ദര്യം എന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ ഇതാണ്